ഹേ ഗഡേൽ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ന്യൂസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ നായകനായി എം മോഹനൻ സംവിധാനം ചെയ്ത ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ഈ സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണ്. സോ സമയം കളയാതെ നമുക്ക് നേരെ സിനിമയുടെ റിവ്യൂലോട്ട് നടക്കാം. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ഞാൻ ട്രെയിലർ കാണാതെയാണ് എല്ലാ തവണത്തെയും പോലെ പോയി കണ്ടത്. അപ്പോൾ ഞാൻ ഒരു ഫീൽ ഗുഡ് സംഭവം കോമഡി ഫീൽ ഗുഡ് സംഭവം പ്രതീക്ഷിച്ച് പോയെങ്കിലും സിനിമയുടെ സർട്ടിഫിക്കറ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി യു സർട്ടിഫിക്കറ്റ് അല്ല, U/A 16+ ആണ്. അതായത് 16 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ സിനിമ പോയി കാണേണ്ടത്. അപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് മനസ്സിലായി കുറച്ച് അധികം അഡൽട്ട് കണ്ടൻസും ഒക്കെ ഉള്ള സിനിമയായിരുന്നു. ബട്ട് ഇത് നിങ്ങളൊരു ഫാമിലി പടമെന്ന് വെച്ചിട്ട് ഒരിക്കലും കുട്ടികളൊന്നും കൊണ്ടുപോയി കാണിക്കരുത്. കാരണം അവർ കുറേ ഡബിൾ മീനിങ് സാധനങ്ങളുണ്ട്. അതിനൊക്കെ ഡൗട്ട് വെച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കേണ്ടി വരും. അതിനും വേറെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുന്നതായിരിക്കും നല്ലത്. ഒറ്റയ്ക്ക് പോയി കാണണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം സിനിമയിൽ കുറച്ച് സ്ഥലത്ത് അടിപൊളി കോമഡികളുണ്ട്. അതായത് ഡബിൾ മീനിങ് ആയാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എടുത്തു പറയേണ്ടത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആക്ടറാണ്. എൻ്റെ മോനെ അങ്ങേര് ആ ഒരു അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പിന്നെ ചെയ്തത് തങ്കം അങ്ങനെ ഒരു സിനിമയാണ്. അങ്ങനെ വെറൈറ്റി സിനിമകളാണ് വിനീത് ശ്രീനിവാസൻ പൊതുവെ എടുക്കുന്നത്. ആളല്ല ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ആൾ അഭിനയിക്കുന്ന സിനിമകൾ ഭയങ്കര വ്യത്യസ്തമാണ്. ആ ഒരു മുകുന്ദനുണ്ണി അസോസിയേറ്റ് ആളുടെ ഒരു ഷിഫ്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സിനിമയ്ക്ക് ശേഷമുള്ളത്. അപ്പോൾ നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ കരിയർ ഇനി പറയുമ്പോൾ എന്താണ് മുകുന്ദനുണ്ണി അസോസിയേഷന് മുന്നും മുകുന്ദനുണ്ണി അസോസിയേഷന് ശേഷം, അതായത് ആളുടെ കരിയറിൽ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കുകയാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്. അതുകൊണ്ട് ഇനി ആളങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ വർക്കാവുന്നതിന് ഉദാഹരണമാണ് ഈ ഒരു ജാതി ജാതകം എന്ന് പറയുന്ന സിനിമ. അത് ഇത്തിരി സീരിയസ് ടോണിലുള്ള ഡാർക്ക് സിനിമയാണെങ്കിൽ ഇത് ഇത്തിരി ഫൺ മോഡിലുള്ളൊരു ഡാർക്ക് സംഭവമാണ്. നമ്മുടെ ED കുറച്ച് മുകളിൽ വരുന്ന കുറച്ച് ഡാർക്ക് സംഭവം, കുറച്ച് ഡബിൾ മീനിങ് 18+ ജോക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ LGBTQ അതിനൊക്കെ പറ്റിയിട്ട് എൻ്റെ കുറേ ചിന്താഗതികളായിട്ട് ഈ സിനിമ നല്ല രീതിയിൽ പൊരുത്തപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പോയിലർ ആവും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഈ സ്പോയിലർ വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ വന്നാൽ വരാം. കാരണം ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ ഈ ഡയറക്ടറും അതുപോലെ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ചിന്താഗതിയും ഡയറക്ടറിൻ്റെ ചിന്താഗതി ഒരുപോലെ വരുമ്പോൾ എനിക്ക് സിനിമയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോമഡികളൊക്കെ ചില സമയത്ത് ഓക്കെയാണ്, ചില സമയത്ത് നല്ല പൊട്ടിച്ചിരിക്കുന്ന പോലെ തന്നെ, ചില സമയത്ത് ചെറിയ ചളി പോലത്തെ ഉണ്ട്. എന്നാലും വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആക്ടർ നമുക്ക് ത്രൂ ഔട്ട് ഈ വാസ് റിയലി ഗുഡ്. എന്തായാലും വേണം, പടം തുടങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ പട്ടാന്നാണ് പോകുന്നത്. 2 മണിക്കൂറുള്ളൂ. ആ 2 മണിക്കൂർ പിടിച്ചിട്ടുമ്പോൾ നമ്മളെ അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സിനിമ തുടങ്ങി കഴിഞ്ഞു അത്രയും അങ്ങനെയാണ് സിനിമയുടെ പോക്ക്. അപ്പോൾ അതിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. നിഖില വിമലിൻ്റെ ഒക്കെ ക്യാരക്ടറുണ്ട്. കുറച്ച് സമയമുള്ളെങ്കിലും ആൾ വന്നിട്ടൊരു സ്കോറിങ്ങാണ് പണിയാൻ. അത് ആളെ തുടക്കം കാണിക്കുമ്പോഴായാലും പിന്നെ ആളെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്, എൻ്റെ സമയത്താണ് കാണിക്കുന്നത്. അപ്പോഴായാലും ആളുടെ ഒരു പരിപാടിയുണ്ട്. അതൊക്കെ 3 സ്ഥലത്ത് നിഖില വിമൽ വന്നിട്ട്, പക്ഷേ 3 സ്ഥലത്തും നിഖില വിമൽ പൊളിച്ചടക്കിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇത്തിരി അഡൽട്ട് ജോക്സുള്ള, എന്നാൽ കുട്ടികൾക്ക് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റാത്തതുപോലെ ഇല്ലാത്ത, എന്നാൽ കാണാൻ പാടില്ലാത്ത കുറച്ച് സംഭവങ്ങളുള്ള, അങ്ങനെ സംശയങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ 10-1 7 റേറ്റിംഗ് കൊടുക്കും. കാരണം നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്ന പോലെയാണ് സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് പറയുന്നത്. 10-7 റേറ്റിംഗ്. നിങ്ങൾ സിനിമ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അണ്ടിൽ ദെൻ സൈനിങ് ഓഫ്.